കുറച്ച് വൈകിപ്പോയി ഗൈസ്. കുറച്ചോ 5 വർഷം അല്ല കുറച്ച് ബിസിയായി കൊണ്ടാണ്. എന്ത് ബിസി ഇനി ഞങ്ങൾ എന്തെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും. ഉറപ്പാണ് ഗൈസ്. ഇനി ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഉണ്ടാവും നീ ഉണ്ടാവും, ഞാൻ ഉണ്ടാവും. ഞങ്ങളുണ്ടാവും ഗൈസ് നിങ്ങളുടെ ഒപ്പം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാമിനയ്ക്ക് വേണ്ടിയുള്ള ഡ്രില്ലാണ്. അതിന് ഫസ്റ്റ് വേരിയേഷനാണ് നമ്മൾ ഷട്ടിൽ റൺ വെച്ചേക്കാം. ഷട്ടിൽ റണ്ണിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുക, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇവിടുന്ന് സ്റ്റാർട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്നു. അതന്നെ സെക്കൻഡിൽ തേർഡിൽ പോയി, സെക്കൻഡിൽ വന്നു, ഫോർത്തിൽ പോയി, തേർഡിൽ വന്നു, എന്നിട്ട് ലാസ്റ്റ് സ്പ്രിന്റ്. ഇത് ഫസ്റ്റ് വേരിയേഷൻ. രണ്ടാമത്തെ വേരിയേഷൻ ഉണ്ട്, അത് ഞാൻ ചെയ്തോട്ടെ. ഇവിടെ വരാം, വരാം. രണ്ടാമത്തെ വേരിയേഷൻ. ഇനി നമ്മൾ ഇതിന്റെ തന്നെ വേറെ വേരിയേഷൻസ് ഉണ്ട്. സൈഡ് വേസ് മൂവ്മെന്റ് ചെയ്യണം. സൈഡ് വൈസ് മൂവ്മെന്റ് ഉണ്ട്. ഇത് രണ്ടും മാത്രമേ യൂസ് ആവുള്ളൂ, ബാക്കി അതെ. ആ സെഷനിലേക്ക് നമുക്ക് പോവാം. നമ്മൾ സ്റ്റാമിന വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ പരമാവധി ഇപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്യണില്ല, ആ ടൈമിൽ നമ്മൾ പരമാവധി എന്താ മൂക്കൂടി തന്നെ അതെ പയ്യർ ബ്രീത്തിങ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. പിന്നെ നമ്മളിപ്പോൾ എന്താ വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യാൻ ടൈമിൽ ഹൈ ഇൻറ്റൻസിറ്റിയിൽ വർക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ പരമാവധി ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും മൂക്കി കൂടി തന്നെ വിടാം. ഹോൾഡ് ചെയ്യണ്ട, നോർമലായിട്ടും ഈ ഒരു ഇതുപോലെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ സ്റ്റാമിന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാമിന ഇല്ലാണ്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല കേട്ടോ. സ്റ്റാമിന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മാത്രമല്ല നമ്മൾ ചെയ്യണ എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് പോകാം. സെഷനായിട്ട് ചെയ്യാൻ പോണത് ഒരു സ്ക്വയർ. നമുക്കിപ്പോൾ നമ്മളുടെ ഗ്രൗണ്ട് ആയാലും മതി, നോ എക്യുപ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഈ ഒരു സ്ക്വയറിൽ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുന്ന് ഓക്കെ, ഇവിടുന്ന് ആ എൻഡ് വരെ സ്പ്രിന്റ് ചെയ്യുക, മാക്സിമം സ്പ്രിന്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ആ എൻഡ് വരെ സ്ലോ ജോഗ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് മാക്സിമം സ്പ്രിന്റ് ചെയ്യുക, സ്ലോ ജോഗ് ചെയ്യുക. ഇതൊരു റിപ്പീറ്റേഷൻ 3 എണ്ണം ചെയ്യാം ഒറ്റ സ്ട്രെച്ച്. അടുപ്പിച്ച് പോകണം. അതൊന്ന് ജസ്റ്റ് അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ സ്റ്റാമിന ഇല്ലാത്തോണ്ടാ. സ്റ്റാമിന ശരിയുമ്പോ കണ്ടില്ലേ സ്റ്റാമിനയില്ലേ സ്റ്റാമിന ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. സ്റ്റാമിന ഇല്ലെങ്കിൽ ഈ പരിപാടി നടക്കും. ചത്തു. ഓക്കെ, അപ്പം ഇനി അടുത്ത ഡ്രില്ല് എന്ന് പറയുന്നത് നമ്മൾ ഒരു 6 യാർഡിൻ്റെ ഒരു ടീ വെക്കാം. ഇതുണ്ടോ, ഇതേപോലെ 6 യാർഡിൻ്റെ ഒരു ടീ വെച്ചിട്ട് നമ്മൾ ഇവിടെ വരാം. അപ്പോൾ ഈ ഡ്രില്ല് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പരമാവധി സ്പ്രിന്റ് ചെയ്തിട്ട് പരമാവധി ഫുൾ എഫേർട്ടിൽ സ്പ്രിന്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് സൈഡ് മൂവ്മെന്റ് പോവാം. സൈഡ് മൂവ്മെന്റ് വരാം, ഇവിടെ വരാം, സൈഡ് മൂവ്മെന്റ് വരാം. പിന്നെ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബാക്ക് റൺ ചെയ്യാം, ഇവിടേക്ക് വരാം. പിന്നെ അത് തന്നെ സെയിം ഇവിടുന്ന് സ്ട്രെയിറ്റ് റൺ ചെയ്യാം. അതേപോലെ തന്നെ ഇവിടെ നിന്നാണ് ക്രോസ് ചെയ്യേണ്ടത്.
നമ്മൾ ഈ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ക്രോസ് ചെയ്യും, ഇപ്പുറത്തെ സൈഡ് ആ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ക്രോസ് ചെയ്യും, എന്നിട്ട് ഇവിടേക്ക് പോവാ, ഇവിടെ വരാം, ഇതേപോലെ ക്രോസ് ചെയ്യാം, ബാക്ക് റൺ ചെയ്യാം. ഇതേപോലെ 3 സെറ്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്ത സ്റ്റാമിന വർക്കൗട്ട് എന്ന് പറയുന്നത് ഫുട്ബോളേഴ്സിനെ സംബന്ധിച്ച് അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ മിസ്സുമാരൊക്കെ നമ്മളടുത്ത് പാസ്സാവാൻ വേണ്ടി പറയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഫുട്ബോളേഴ്സിനും സ്റ്റാമിന വർക്കൗട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചെയ്താലേ നമുക്ക് ഒരു പ്രൊഫഷണലായിട്ട് പോകാനും നമ്മുടെ സ്റ്റാമിന ഇമ്പ്രൂവ് ആവാനും നമ്മളുടെ ഗെയിം സ്റ്റൈൽ മാറാനും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് സജഷൻ തരാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡ്രിൽസ് ഉണ്ടാവില്ലേ, നിങ്ങൾക്ക് എന്താ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കാം. പിന്നെ ഫസ്റ്റ് മെയിനായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞങ്ങൾ ചെയ്തതിൽ വല്ല മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്ത് തരാം, നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇതിലും ബെറ്റർ ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.